Hi dears, welcome to all. Today let us discuss the fourth chapter named The House of My Childhood. It is a poem by Dilip Chitre. First of all, let us discuss about the author. All of you take page number 28. Here we can see an introduction for this poem. Dilip Purushottam Chitre, 1938 to 2009. Was one of the foremost Indian poets and critics of post-independence India. ദിലീപ് ചിത്രെ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. അപ്പാർട്ട് ഫ്രം ബീങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബൈലിംഗ്വൽ റൈറ്റർ, റൈറ്റിംഗ് ഇൻ മറാത്തി ആൻഡ് ഇംഗ്ലീഷ്, അദ്ദേഹം മറാത്തിയിലും ഇംഗ്ലീഷിലും എഴുതിയിരുന്നു. He was also a painter, translator, fiction writer and film maker. അദ്ദേഹം ഇതിനു പുറമെ ഒരു ചിത്രകാരനും ഒരു ട്രാൻസ്ലേറ്ററും നോവൽ എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമായിരുന്നു. He published his first collection of poems in 1960. 1960-ലാണ് അദ്ദേഹം ആദ്യമായി തൻ്റെ പോയംസ് എഴുതിയത്. His collected poems were published in the 1990s in 3 volumes. അദ്ദേഹം തൻ്റെ കവിതാ സമാഹാരം കളക്റ്റഡ് പോയംസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം 1990-കളിലാണ് പ്രസിദ്ധീകരിച്ചത്. ഹി ഹാസ് ആൾസോ എഡിറ്റഡ് ആൻ ആന്തോളജി ഓഫ് മറാത്തി പോയട്രി ആൻഡ് ഹാസ് പ്രോലിഫിക്കലി ട്രാൻസ്ലേറ്റഡ് പ്രോസ് ആൻഡ് പോയട്രി. അദ്ദേഹം ആൻ ആന്തോളജി ഓഫ് മറാത്തി പോയട്രി എന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ വിപുലമായി പ്രോസ്, പോയട്രി എന്നിവ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. His most famous translation is the celebrated 17th century Marathi Bhakti poet തുക്കാറാം. 17-ാം നൂറ്റാണ്ടിലെ മറാത്തി ഭക്തി കവിയായ തുക്കാറാമിൻ്റെ കൃതികളെ മൊഴിമാറ്റം നടത്തിയതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. The next paragraph. He started his professional film career in 1969 and has since made one feature film, about dozen of documentary films, several short films in the cinema format and about 20 video documentary features. അദ്ദേഹം ഒരു മുഴുനീള സിനിമയും 12 ഡോക്യുമെൻ്ററി സിനിമകളും പല ഷോർട്ട് ഫിലിമുകളും വീഡിയോ ഡോക്യുമെൻ്ററി ഫീച്ചറുകളും ചെയ്തിട്ടുണ്ട്. He wrote the script of the most of his films as well as directed or co-directed them. ആ സിനിമകളിലൊക്കെ തൻ്റെ എല്ലാത്തിൻ്റെയും മിക്കവാറും സ്ക്രിപ്റ്റുകളും അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ സിനിമകളിലൊക്കെ സംവിധായകനായോ സഹസംവിധായകനായോ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. He traveled widely in Asia, Africa, Europe and North America as well as the interiors of India. ധാരാളം സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക മുതലായ ഭൂഖണ്ഡങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. He had been on the visiting faculty of many universities and institutions and consultant to projects. പല യൂണിവേഴ്സിറ്റികളിലും സ്ഥാപനങ്ങളിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ഹി വാസ് ദ ഹോണററി പ്രസിഡന്റ് ഓഫ് ദ സൺതീമർ കൾച്ചറൽ അസോസിയേഷൻ. സൺതീമർ കൾച്ചറൽ അസോസിയേഷൻ സ്ഥാപക ട്രസ്റ്റിയായിരുന്നു അദ്ദേഹം. ഓഫ് വിച്ച് ഹി വാസ് ആൾസോ എ ഫൗണ്ടർ ട്രസ്റ്റി ആഫ്റ്റർ എ ലോങ് ബോർഡ് വിത്ത് ക്യാൻസർ. അദ്ദേഹം ക്യാൻസറിൻ്റെ ആക്രമണം മൂലം ഡയഡ് ഇൻ പൂനെ ഓൺ 10th December 2009. 2009 അദ്ദേഹം മരണപ്പെട്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓൾമോസ്റ്റ് ഓൾ ദ പോയംസ് റിട്ടൺ ബൈ ചിത്രെ ആർ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും ആത്മകഥാംശങ്ങൾ നമുക്ക് കാണാം. ദേ കൺവേ എ വെറൈറ്റി ഓഫ് മൂഡ്സ് റേഞ്ചിങ് ഫ്രം ദ ലിറിക്കൽ ആൻഡ് മെഡിറ്റേറ്റീവ് ടു ദ ഇൻകാൻറ്റേറ്ററി. ചിലത് സംഗീതമയമാണെങ്കിൽ ചിലത് മന്ത്രോച്ചാരണം പോലെയാണ്. ദേ റിഫ്ലക്റ്റ് എ കണ്ടിന്യൂസ് ക്രൈസിസ് ഓഫ് ഇന്നർ ലൈഫ്. ചിത്രങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പലപ്പോഴും ജീവിതത്തെപ്പറ്റിയും
പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആന്തരിക പ്രതിസന്ധി നിഴലിച്ചു നമുക്ക് കാണാം. ചിത്ര ഇൻ ഹിസ് poems had created a large, intense world from his emotions, especially his obsessions with life, madness and death. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പലപ്പോഴും ജീവിതത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ഭ്രാന്തിനെപ്പറ്റിയും അദ്ദേഹം ചിന്തിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദിലീപ് ചിത്രേസ് പോയട്രി ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് പ്രത്യേകമായൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി യൂസസ് beguilingly simplistic words. കുറച്ച് വാക്കുകൾ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നുള്ളൂ. ഹിസ് റൈറ്റിംഗ് ഇൻ സ്പാർസ് ആൻഡ് ഹിസ് ഇമേജറി ഇമ്മൻസ്. കുറച്ച് വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ ചിത്രങ്ങളാൽ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഈവൻ ദ ടൈറ്റിൽസ് ഓഫ് ഹിസ് കളക്ഷൻ ഫിൽ ദ മൈൻഡ് വിത്ത് പിക്ചേഴ്സ്. കവിതയുടെ തലക്കെട്ട് വരെ നമ്മുടെ മനസ്സിൽ നല്ല ചിത്രങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. The last paragraph in the introduction section. Here it is a theme of the poem. The House of My Childhood is an autobiographical poem which is nostalgic in nature. House of My Childhood എന്ന ഈ ഒരു പോയം ആത്മകഥാംശമുള്ളതാണ്. ഗൃഹാതുരത്വം അതിൽ നമുക്ക് നിഴലിച്ച് കാണാം. നൊസ്റ്റാൾജിയ. The poem is a set in the background of his ancestral home where the speaker spent his childhood days. തൻ്റെ പൂർവികന്മാരുടെ കുടുംബ വീടാണ് ഈ കവിതയുടെ പശ്ചാത്തലം. അവിടെ the speaker spent his childhood days. തൻ്റെ ചെറുപ്പകാലം അദ്ദേഹം അവിടെയായിരുന്നു ചെലവഴിച്ചത്. And he is trying to recollect the past memories imprinted on his mind. തൻ്റെ ചെറുപ്പകാലം അവിടെ കഴിച്ചിരുന്ന കവി തൻ്റെ മനസ്സിൽ കോറിയിട്ട ഓർമ്മകൾ പുതുക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ. വെരി സിമ്പിൾ പോയമാണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് പോയത്തിലേക്ക് കടക്കാം. The house of my childhood stood empty on Grey Hill, all its furniture gone, except my grandmother's grindstone and the brass figurines of her gods. The house of my childhood stood empty on a grey hill. ഞാൻ ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓൺ എ ഗ്രേ ഹിൽ, അത് യാതൊന്നും വളരാത്ത ഒരു കുന്നിൻ മുകളിലാണ് ഉള്ളത്. ഓൾ ഇറ്റ്സ് ഫർണിച്ചർ ഗോൺ, വീട്ടിലെ ഫർണിച്ചർ എല്ലാം തന്നെ പോയിരിക്കുന്നു. എന്തൊഴികെ? എക്സെപ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻസ്റ്റോൺ. വാട്ട് റിമെയിൻസ് ആർ ദ ഗ്രൈൻസ്റ്റോൺ ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ ആൻഡ് ദ ബ്രാസ് ഹ്യൂമൻ ഫിഗേഴ്സ് ഓഫ് ഹെർ ഗോഡ്സ്. അവിടെ ആകെ ബാക്കിയുള്ളത് അമ്മൂമ്മയുടെ ആട്ടുകല്ലും അതുപോലെ തന്നെ ഓടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദേവന്മാരുടെ ചില പ്രതിമകളും മാത്രമാണ്. എക്സെപ്റ്റ് മീൻസ് ഒഴികെ. മൈ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻസ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗൂറിനസ് ഓഫ് ഹെർ ഗോഡ്സ്. അമ്മൂമ്മയുടെ ദേവന്മാരുടെ ചില പ്രതിമകളും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഫിഗൂറിനസ് മീൻസ് ഫിഗേഴ്സ്. The next stanza. After the death of all birds, birds' cries still fill the mind. After the city's eraser, a blur still peopled the air. In the colorless crack that comes before morning, in a place where nobody can sing, birds distribute their silence among intricately clustered glyphs. After the death of all birds, bird cries still fill the mind. Although the birds have all died, my mind is still filled with the birds' cries. അന്നുണ്ടായിരുന്ന പക്ഷികളൊക്കെ ചത്തുപോയെങ്കിലും പക്ഷികളുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഉണ്ട്. Although all the birds have died, his mind is filled with bird cries. After the city's eraser, a blur still peopled the air. City life had tried to erase the memories of this from his mind.
അദ്ദേഹത്തിൻ്റെ നഗരജീവിതം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മകളെയെല്ലാം മായ്ച്ചു കളയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എറേസർ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ബട്ട് ദർ ആർ സ്റ്റിൽ ബ്ലർഡ് പിക്ചേഴ്സ് ദർ. ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ചെറിയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ബ്ലർഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്ത ചിത്രം. ഇൻ ദ കളർലെസ് ക്രാക്ക് ദാറ്റ് കംസ് ബിഫോർ മോർണിംഗ്. അതിരാവിലെയുള്ള ഓർമ്മകളാണ് എനിക്ക് എപ്പോഴും മൂർച്ചയായിട്ട് വരുന്നത്. The memories are most vivid before the early dawn when I am in a place where nobody sings. ആ സമയത്ത് ആരും അവിടെ പാടുന്നില്ല. In the colorless crack that comes before morning in a place where nobody can sing. ഏറ്റവും നല്ല ഓർമ്മകൾ തെളിഞ്ഞു വരുന്നത് അതിരാവിലെയുള്ള ഓർമ്മകളാണ്. ആ സമയത്ത് ആരും അവിടെ പാടുന്നില്ല. Words distribute their silence. വാക്കുകൾ നിശബ്ദതയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എമംഗ് ഇൻട്രിക്കേറ്റ്ലി ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ്. ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സ്ക്ലപ്ചേർഡ്. ദ പിക്ചേഴ്സ് ഓഫ് ദ വേരിയസ് തിങ്സ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് പ്രസൻറ്റ് ദംസെൽവ്സ് ഇൻ ദ സ്ക്രീൻ ഓഫ് മൈ മൈൻഡ്. കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലൂടെ മിന്നിമറയുകയാണ്. ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ഇൻ ഗ്രൂപ്പ്സിലെ കൂട്ടായിട്ട് വരിക. ഇൻട്രിക്കേറ്റ്ലി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയ രീതിയിൽ. ഇൻട്രിക്കേറ്റ്ലി എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ രീതിയിൽ ഒന്നായിട്ട് കടന്നു വരിക. ഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ കൊത്തിവെച്ച അടയാളങ്ങൾ. സ്ക്ലപ്ചേർഡ് സിംബൽസ് അല്ലേ, കൊത്തിവെച്ച അതുപോലെയുള്ള ഓർമ്മകളാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. പക്ഷികളൊക്കെ ചത്തുപോയെങ്കിലും പക്ഷികളുടെ കരച്ചിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. നഗരജീവിതം കുഞ്ഞുനാളിലെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിലും ഓർമ്മകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതെല്ലാം മങ്ങിപ്പോയിട്ടുണ്ട്. അതിരാവിലെയുള്ള ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വരുന്നത്. ആ സമയത്ത് അവിടെ പാട്ടുകളൊന്നും പാടുന്നില്ല. കുട്ടിക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ മിന്നിമറയുകയാണ്. The last stanza. It is a simple poem. Stanza 3. My grandmother's voice shivers on a bare branch. ദൂരെ മരക്കൊമ്പിലിരുന്ന് പാടുന്ന ഒരു പക്ഷിയുടെ സ്വരത്തിൽ എൻ്റെ അമ്മൂമ്മയുടെ സ്വരം എനിക്ക് കേൾക്കാൻ കഴിയും. മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഷിവേഴ്സ്. അവരുടെ ശബ്ദം വിറക്കുകയാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഐ ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് മൈ ഗ്രാൻഡ് മദർ ഇൻ ദ സിംഗിങ് ഓഫ് എ ബേർഡ് ദാറ്റ് സിറ്റിംഗ് ഓൺ എ റെയർ ബ്രാഞ്ച് നിയർ ബൈ. തൊട്ടടുത്തിരിക്കുന്ന ഒരു മരക്കൊമ്പിലിരുന്ന് അമ്മൂമ്മ പാടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ടോഡിൽ എറൗണ്ട് ദ എംപ്റ്റി ഹൗസ്. ടോഡിൽ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ ആടി പിച്ച വെച്ച് നടക്കുക. ലൈക്ക് എ ലിറ്റിൽ ബോയ് ഐ വാക്ക്ഡ് എറൗണ്ട് ദ എംപ്റ്റി ഹൗസ്. അല്ലേ, ഞാൻ ഇപ്പോൾ എൻ്റെ വീടിന് ചുറ്റും ഞാനിങ്ങനെ പതുക്കെ നടന്നു നോക്കുകയാണ്. സ്പ്രിംഗ് സമ്മർ ആർ ബോത്ത് ഗോൺ ലീവിങ് ആൻ എൽഡർലി ഇൻഫാൻറ്റ്. വസന്തവും വേനൽക്കാലവും വന്നും പോയും ഇരുന്നു, എല്ലാം വന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്നിട്ടോ ലീവിങ് ആൻ എൽഡർലി ഇൻഫാൻറ്റ് ടു എക്സ്പ്ലോർ ദ റൂംസ് ഓഫ് ഏജ്. ആരെ തനിച്ചാക്കിയിട്ട് ആരെ ഇവിടെ വിട്ടുപോവുകയാണ്? ആൻ എൽഡർലി ഇൻഫാൻറ്റ്, പ്രായമുള്ള ശിശു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്നത്തെ ആ കുട്ടി ഇപ്പോൾ വൃദ്ധനായി മാറി. എന്നാൽ ടു എക്സ്പ്ലോർ the rooms of age, his mind often goes back to his childhood and exploring the rooms of age. പഴയകാല ഓർമ്മകളിൽ അവൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ മരക്കൊമ്പിലിരുന്നില്ലേ, ഇറ്റ് സീംസ് ദാറ്റ് ഹി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ ഇൻ ദ സിംഗിങ് ഓഫ് ബേർഡ് ദാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ റെയർ ബ്രാഞ്ച്. Like a little boy, he walked around the empty house. Time has passed and many springs and summers has come and gone. സമയം ഒരുപാട് കടന്നുപോയി, ഒരുപാട് വസന്തവും വേനൽക്കാലവും കടന്നുപോയി. എന്നാൽ the old child is now an elderly person.
ബട്ട് ഹിസ് മൈൻഡ് ഓഫൺ ഗോസ് ബാക്ക് ടു ഹിസ് ചൈൽഡ്ഹുഡ്. വൃദ്ധനായെങ്കിലും തൻ്റെ ഓർമ്മകളിൽ അദ്ദേഹം കുട്ടി തന്നെയാണ്. ആൻഡ് ഈസ് എക്സ്പ്ലോറിങ് ദ റൂംസ് ഓഫ് ഏജ്. ഇപ്പോൾ അവൻ്റെ ഓർമ്മകൾ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചസ് ഒക്കെ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്സിമറോൺ കാണാം, അലിട്രേഷൻ കാണാം. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എക്സാമിന് എല്ലാ പോയും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ എക്സ്പ്രഷൻ കളർലെസ് ക്രാക്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്സ്. ഒന്നാമത്തെ സൗണ്ട്, ഫസ്റ്റ് സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. കളർലെസ് ക്രാക്ക്, ഇവിടെ സി എന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കളർലെസ് ക്രാക്സ് എന്നുള്ളത് അലിട്രേഷനാണ്. Then the second question, identify the figure of speech in the expression elderly infant. Elderly infant എന്നത് എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ മീനിങ് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത് വരുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. എൽഡറും ഇൻഫാൻറ്റും തമ്മിൽ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ഒരുമിച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്സിമറോൺ, എൽഡർലി, ഇൻഫാൻറ്റ്. വിരോധാഭാസമാണ് ഇതിവിടെ കാണുന്നത്. ദ തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇമേജസ് ഇൻ ദ പോയം ദാറ്റ് സജസ്റ്റ് ഡെസലോഷൻ. നാശത്തെ കാണിക്കുന്ന കവിതയിലെ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു കവിത വായിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ചിത്രങ്ങൾ കണ്ടിട്ടാണ് എല്ലാം നശിച്ചു പോയി എന്ന് നമുക്ക് തോന്നുന്നത്? എന്തൊക്കെയാണത്? എംപ്റ്റി ഹൗസ് അല്ലേ? നാശത്തിൻ്റെ ലക്ഷണമാണ് ഒഴിഞ്ഞ വീട്. ഗ്രേ ഹിൽ, അത് പുല്ലുകളും മരങ്ങളും എല്ലാം ഉണങ്ങിയതിൻ്റെ, അല്ലെങ്കിൽ എന്താണ്, ഗ്രീൻ ഹില്ലുണ്ടാവുക. ഇവിടെ ഗ്രേ ഹിൽ. ദ ഫർണിച്ചർ ഗോൺ, നശിച്ചുപോയ ഫർണിച്ചേഴ്സ്. ഇതെല്ലാം നമുക്ക് ഡിസ്ട്രക്ഷനെ കാണിക്കുന്നു. സെക്കൻഡ് സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ഫർണിച്ചർ ദാറ്റ് സ്പീക്കർ ടോക്സ് അബൌട്ട്? ആ വീട്ടിൽ എന്ത് ഫർണിച്ചറാണ് ഒഴികെ എന്ന് പറഞ്ഞല്ലോ, ബാക്കിയുള്ളത് അല്ലേ, നശിക്കാതെ ബാക്കിയുള്ള ഏതെല്ലാം ഫർണിച്ചേഴ്സാണ് കവി ഇവിടെ പറയുന്നത്? വാട്ട് ആർ ദ എക്സെപ്ഷൻസ്? നമുക്ക് പോയത്തിൽ തന്നെ കാണാം. എക്സെപ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗൂറിനസ് ഓഫ് ഹർ ഗോഡ്സ് അല്ലേ? പോയത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. എന്തായിരിക്കും അതിൻ്റെ ആൻസർ പറയുക? ദ എക്സെപ്ഷൻസ് ഓഫ് ദ ഫർണിച്ചർ ദാറ്റ് ദ സ്പീക്കർ ടോക്സ് അബൌട്ട് ആർ ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗൂറിനസ് ഓഫ് ഹർ ഗോഡ്സ്. അമ്മൂമ്മയുടെ ആട്ടുകല്ലും അമ്മൂമ്മയുടെ തന്നെ ഓടുകൊണ്ടുണ്ടാക്കിയ ദേവന്മാരുടെ പ്രതിമകളും. ഇതാണ് എക്സെപ്ഷൻസ് ഓഫ് ദ ഫർണിച്ചർ. Then second question, words distribute their silence among intricately clustered glyphs. ഈ ഒരു ലൈൻ ഒന്നുകൂടെ വിവരിക്കുക. ഇവിടെ the poet is standing in the empty house of his childhood home. കവി തൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞിരുന്ന, ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന, നശിച്ച ആ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ദർ ഈസ് നോബഡി ദർ ആൻഡ് ദർ ഈസ് നോ ഫർണിച്ചർ അല്ലേ? അവിടെ ആരും തന്നെയില്ല, ഒരു ഫർണിച്ചറും അവിടെ ഇല്ല. എക്സെപ്റ്റ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ബ്രാസ് ഫിഗൂറിനസ് ഓഫ് ഹർ ഗോഡ്സ്. അമ്മൂമ്മയുടെ പ്രതിമകളും അതുപോലെ തന്നെ അമ്മൂമ്മയുടെ ആട്ടുകല്ലും മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. Among these sculptures symbols which are positioned closely together there is nothing but silence. അല്ലേ? ഇതെല്ലാം അവിടെ നിരന്ന് നിൽക്കുകയാണ്, പക്ഷെ അവിടെ എന്തില്ല? There is nothing
ബട്ട് സൈലൻസ്, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ ഒന്നും തന്നെയില്ല, നിശബ്ദത മാത്രമേ ബാക്കിയുള്ളൂ. വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ദെയർ സൈലൻസ് എമംഗ്, അല്ലേ, എന്തിനിടയിൽ? ഇൻട്രിക്കറ്റ്ലി ക്ലസ്റ്റേർഡ് ക്ലിപ്സ്, അല്ലേ, കവി അവയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പലതും പറയാനുണ്ട്, പക്ഷേ കേൾക്കാൻ ആരും അവിടെയില്ല. ദ പോയറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലിപ്സ് ബട്ട് ദർ ഈസ് നോ ബഡി ടു ലിസൺ ടു ഹിം ഈവൻ ഇഫ് ഹി വാണ്ട്സ് ടു സ്പീക്ക്, അല്ലേ, അദ്ദേഹത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് കേൾക്കാൻ ആരും തന്നെ അവിടെ ഇല്ല. അപ്പോൾ വാക്കുകളാണ് അവിടെ നിശബ്ദത വിതറുന്നത്. നിശബ്ദത പരത്തുന്നത് എന്താണ്? വാക്കുകളാണ്. പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ, ഒരുപാട് പറയാനുണ്ട്, എന്നാൽ പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അപ്പോൾ വാക്കുകളാണ് അവിടെ നിശബ്ദത കൊണ്ടുവരുന്നത്. Then the third question. What is the significance of the color grey in the expression grey hills? ഗ്രേ ഹിൽസ് എന്ന എക്സ്പ്രഷനിൽ ഗ്രേ എന്ന കളറിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഭാഗത്തുള്ള തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ദാറ്റ് സജസ്റ്റ് ഡെസലോഷൻ, അതെന്തിനെ സൂചിപ്പിക്കുന്നു? നാശത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ്. ഗ്രേ ഹിയർ ഈസ് ദ സിംബോളിക് ഓഫ് ഡെസലോഷൻ ഓർ ഡിസ്ട്രക്ഷൻ. നാശത്തിൻ്റെ പ്രതീകമാണ് ഗ്രേ കളർ. സാധാരണയായി എങ്ങനെയായിരിക്കും? മരങ്ങളും അതുപോലെ തന്നെ പുല്ലുകളും കൊണ്ട് പച്ച നിറഞ്ഞതായിരിക്കും ഹില്ല്. പക്ഷേ ഇവിടെ ഹിൽ എങ്ങനെയാണ്? ഗ്രേ ഹിൽ എന്നാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ. യൂഷ്വലി ഹിൽസ് ആർ കവേർഡ് വിത്ത് ഗ്രാൻസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, ബട്ട് ഹിയർ ദ ഹിൽ ഈസ് ഗ്രേ മേക്കിംഗ് എ പ്രോപ്പർ സെറ്റിംഗ് ഫോർ ദ എംപ്റ്റി ഹൗസ്, അല്ലേ. ഒരു ഒഴിഞ്ഞ വീടിന് പറ്റിയ ഒരു പശ്ചാത്തലമാണ് ഗ്രേ ഹിൽ. അതാണ് ഇവിടെ ഗ്രേ എന്ന കളറിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നത്. Then the fourth question, why do you think the cracks are colorless? എന്തുകൊണ്ടാണ് അവിടെയുള്ള വിടവുകളെല്ലാം നിറമില്ലാത്തതാണെന്ന് പറയുന്നത്? രണ്ടാമത്തെ സ്റ്റാൻസയിലെ 5ാമത്തെ ലൈനിൽ നമുക്ക് കാണാം, ഇൻ ദ കളർലെസ് ക്രാക്ക് ദാറ്റ് കംസ് ബിഫോർ മോർണിംഗ് ദ ക്രാക്സ് ആർ കളർലെസ്. ആ വിടവുകളെല്ലാം കളർലെസ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ദേ കം ബിഫോർ മോർണിംഗ്. ആ വിടവുകൾ ഉണ്ടാകുന്നത് നേരം വെളുക്കുന്നതിന് മുന്നെയാണ്, ബിഫോർ മോർണിംഗ്. ആ സമയത്ത് അവിടെ ലൈറ്റ് ഉണ്ടാവുകയില്ല. സിൻസ് ദർ ഈസ് നോ ലൈറ്റ് ദേ ആർ കളർലെസ്. ആ സമയത്ത് പ്രകാശമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെല്ലാം നിറമില്ലാത്തതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ വൈ ഡു യു തിങ്ക് ദ ക്രാക്സ് ആർ കളർലെസ്? ദ ക്രാക്സ് ആർ കം ബിഫോർ മോർണിംഗ് ആൻഡ് സിൻസ് ദർ ഈസ് നോ ലൈറ്റ് സോ ദേ ആർ കളർലെസ്. Then fifth question, why does the poet invoke the seasons of spring and summer? എന്തുകൊണ്ടാണ് കവി വസന്തകാലവും വേനൽക്കാലവും ഒക്കെ ഓർമ്മിക്കുന്നത്? ഇൻവോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. The poet invokes the seasons of spring and summer because they show the passage of time. ടൈം ഈസ് പാസിങ്, അല്ലേ. അവിടെന്താണ്? ടൈം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വസന്തം വരും, വേനൽ വരും, വസന്തം വരും, വേനൽ വരും, അങ്ങനെ എന്താണ്? സമയം കടന്നു പോകുന്നു. ദ പാസേജ് ഓഫ് ടൈം കാണിക്കാനാണ് ഇത് കവി യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ. ഇയേഴ്സ് ആർ ഗോയിങ് ബൈ ആൻഡ് സ്പ്രിങ് ആൻഡ് സമ്മർ ടൈം ഓഫ് ലൈഫ് ആൾസോ കമ്മിങ് ടു ആൻ എൻഡ്. അങ്ങനെ നമ്മുടെ അവസാനവും നമ്മുടെ ജീവിതത്തിലെ വസന്തവും വേനലും ഒക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ സമയത്തിൻ്റെ കടന്നുപോക്ക് കാണിക്കാനാണ് ഇവിടെ സ്പ്രിങ്ങിനെയും സമ്മറിനെയും കവി യൂസ് ചെയ്തത്. Then the sixth question, discuss the significance of the word toddle in the poem. ടോഡിൽ എന്ന വാക്കിൻ്റെ പ്രാധാന്യം എന്താണ് ഈ കവിതയിൽ? ടോഡിൽ മീൻസ് മൂവ്സ് വിത്ത് ഷോർട്ട് അൺസ്റ്റഡി സ്റ്റെപ്പ് ലൈക്ക് എ യങ് ചൈൽഡ്. ചെറിയ കുട്ടി നടക്കുന്നത് പോലെ പിച്ച വെച്ച് നടക്കുന്നതിനെയാണ് ടോഡിൽ എന്ന് പറയുന്നത്. ഹിയർ ദ പോയറ്റ് നൗ എ എൽഡർലി പേഴ്സൺ. ഇപ്പോൾ പോയറ്റ് ഒരു പ്രായം ചെന്ന വ്യക്തിയാണ്. ബട്ട് വെൻ ഹി കംസ് ടു ഹിസ് ചൈൽഡ്ഹുഡ് ഹോം, അല്ലേ, പക്ഷേ അദ്ദേഹം തൻ്റെ ഈ ഒരു വീട്ടിൽ വരുമ്പോൾ ഹി ഈസ് റിമൈൻഡ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്, തൻ്റെ കുട്ടിക്കാലം അദ്ദേഹം ഓർമ്മിക്കുകയും, ഏത് സമയം? വെൻ ഹി വാസ് എ ടോഡ്ലർ, താൻ പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു സമയം അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. നൗ ഹി വാക്സ് ഇൻ ദ റൂം, ഇപ്പോൾ അദ്ദേഹം റൂമിലൂടെയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്?
as he had walked long ago when he was a child remembering the past. അല്ലേ, അന്ന് നടന്ന പോലെ അയാൾ ഈ വീട്ടിൽ പതുക്കെ പതുക്കെ നടക്കുകയാണ്, തൻ്റെ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അന്ന് നടന്ന അതേപോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ ടോഡിൽ എന്ന് പറയുന്നത് അല്ലേ. ടോഡിൽ എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ഓർമ്മയും കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ടാണ് ടോഡിൽ എന്ന വാക്കിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ തേർഡ് സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻസ് കാണാം. ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഇൻ ദ പോയം. ഈ കവിതയിലെ ആത്മകഥാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് അല്ലേ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പോയംസ് മിക്കവാറും ഓട്ടോബയോഗ്രഫിക്കലാണ്. അതുപോലെ തന്നെ ഈ ഒരു പോയം നൊസ്റ്റാൾജിക് നേച്ചറാണെന്നും നമ്മൾ പറഞ്ഞു. ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം ആൻഡ് ആൾസോ എ നൊസ്റ്റാൾജിക് ഇൻ നേച്ചർ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്? ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പോയം ഈസ് എൻ ആൻസെസ്ട്രൽ ഹോം. തൻ്റെ ആൻസെസ്ട്രൽ ഹോമാണ്. He spent his childhood days there and he is trying to recollect the past memories on his mind. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലം ചെലവഴിച്ചത് അവിടെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകളെല്ലാം ഇപ്പോൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ പോയറ്റ് സ്റ്റാൻഡിങ് ഓൺ ദ എംപ്റ്റി ഹൗസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. തൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ മുന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ദ പോയറ്റ് ഈസ് ദർ ഈസ് നോബഡി ദർ ഈസ് നോ ഫർണിച്ചർ. അല്ലേ, അദ്ദേഹം ഇവിടെ ആരുമില്ല, ഒരു ഫർണിച്ചറുമില്ല. യെസ് എക്സെപ്റ്റ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ബ്രാസ് ഫിഗൂറിനസ് ഓഫ് ഹർ ഗോഡ്സ്. ഇവ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. എമംഗ് ദീസ് സിംബൽസ് വിച്ച് ആർ പൊസിഷൻഡ് ക്ലോസ്ലി ടുഗദർ. ഇതെല്ലാം വളരെ അടുത്ത് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ദർ ഈസ് നത്തിങ് ബട്ട് സൈലൻസ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ദർ ഈസ് ഓൺലി സൈലൻസ്. അവിടെ നിശബ്ദത മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. Then he walked around the room like a toddler when he was many years ago. തൻ്റെ ഒരുപാട് കാലം മുന്നേ അദ്ദേഹം നടന്നതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ പിച്ചവെച്ച് നടക്കുന്നത്. ഹിസ് മൈൻഡ് ഈസ് ഫുൾഡ് വിത്ത് മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും എന്ത് മാത്രമേ ഉള്ളൂ? ഫിൽഡ് വിത്ത് മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. തൻ്റെ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. In fact, this is a poem has an autobiographical in nature. അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയം ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകളാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ്, എലമെൻറ്റ്സ് ആണ് നമ്മോട് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ ഇമേജസ് ഓഫ് ഗ്രൈൻസ്റ്റോൺ ബ്രാസ് ഫിഗൂറിനസ് കൺജർ അപ്പ് ദ വേൾഡ് ഓഫ് ഗ്രാൻഡ് മദർ. ആട്ടുകല്ലും അതുപോലെ തന്നെ ഈ ഒരു ദേവന്മാരുടെ പ്രതിമകളും എങ്ങനെയാണ് അമ്മൂമ്മയുടെ ഒരു ലോകം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത്? അല്ലേ, അമ്മൂമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളാണ് ഈ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് വരാറുണ്ട്, നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്? ദീസ് തിങ്സ് ബ്രിങ് അസ് എ റൂറൽ ഹോം ഫോർ ദ ഓൾഡ് ഡേയ്സ്. പണ്ട് കാലത്തുള്ള ഒരു റൂറൽ ഹോമാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു 2 കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അന്ന് കാലങ്ങളിലൊക്കെ ഇൻ ദോസ് ഡേയ്സ് മോസ്റ്റ് ഹൗസസ് ആർ ഗ്രെയിൻ സ്റ്റോൺ. എല്ലാ വീടുകളിലും ആട്ടുകല്ലുണ്ടാകും അല്ലേ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദ ബ്രാസ് ഫിഗൂറിനസ് ഷോസ് ദാറ്റ് ദ ഗ്രാൻഡ് മദർ വാസ് എ പയസ് ലേഡി ഹു ഡിഡ് ഹർ പൂജാസ് റെഗുലർലി ഓൺ ടു ദ വേരിയസ് ഹൗസ് ഹോൾഡ് ഗുഡ്സ്. അല്ലേ, അന്നൊക്കെ പൂജകളും അതുപോലെയുള്ള ആരാധനകളൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നതും അതേപോലെ തന്നെ നല്ല ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ ഈ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വാസ് എ പയസ് ലേഡി, വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അല്ലേ, ഫിഗൂറിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗേഴ്സ് ഓഫ് ഹ്യൂമൻ ഫോംസ് യൂഷ്വലി ഗോഡ്സ് ഓർ ഗോഡസസ്. ഫിഗൂറിനസ് എന്ന് പറഞ്ഞാൽ ദേവന്മാരും ദേവിമാരും അവരുടെയൊക്കെ പ്രതിമകളാണ് ഫിഗൂറിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ വീടുകളിൽ ധാരാളം കാണാമായിരുന്നു.
അതുപോലെ തന്നെ അല്ലേ അതേപോലെ തന്നെ ഗ്രൈൻഡ് സ്റ്റോണിലെ ആട്ടുകല്ല് അവർക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇടിക്കാനും പൊടിക്കാനൊക്കെ ഗ്രൈൻഡ് സ്റ്റോൺ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ഒരിക്കലും നശിക്കുകയില്ല. അപ്പോൾ ഗ്രൈൻഡ് സ്റ്റോൺ ഹാവ് ബിക്കം ആ റയർ ആസ് തിങ്സ് വി ഹാവ് സോ മെനി കിച്ചൺ ഗാഡ്ജറ്റ്സ്. അല്ലേ, ഇപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലെ, ഗ്രൈൻഡ് സ്റ്റോൺ അതുപോലെ തന്നെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ ആ വീടുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിനെ കാണിക്കുന്നു? പഴയ കാലത്തെ ഓർമ്മകളെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലേ, ബ്രിങ് അവർ മൈൻഡ് എ റൂറൽ ഹോം ഓഫ് ദ ഓൾഡ് ഡേയ്സ്. അല്ലേ, പഴയ കാലത്തുള്ള ഒരു റൂറൽ ഹോമിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നു ഈ ഒരു 2 കാര്യങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ പോയറ്റ് ലുക്ക് അറ്റ് ദ പാസേജ് ഓഫ് ടൈം? കാലത്തിൻ്റെ കടന്നുപോക്കിനെ എങ്ങനെയാണ് കവി നോക്കിക്കാണുന്നത്? ദ പോയറ്റ് ലുക്ക് അറ്റ്സ് ദ പാസേജ് ഓഫ് ടൈം വിത്ത് സം നൊസ്റ്റാൾജിയ ഫോർ ദ പാസ്റ്റ്. അല്ലേ, അദ്ദേഹം എന്താണ് തൻ്റെ മനസ്സിലേക്ക് ഗ്രഹാതുര ചിന്തകളാണ് കടന്നു വരുന്നത്. ഹി വാക്സ് അറൗണ്ട് ദ റൂംസ് ലൈക്ക് എ ടോഡ്ലർ. അദ്ദേഹം ഒരു ടോഡ്ലർ പോലെയാണ് തൻ്റെ വീടിന് ചുറ്റും നടക്കുന്നത്. റിമൈൻഡിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലം ഓർമ്മിക്കുന്നുണ്ട്. ദ ഓൾഡ് ഫർണിച്ചർ ഈസ് ഗോൺ ആൻഡ് ദ ഹൗസ് ഈസ് നൗ എംപ്റ്റി. ഫർണിച്ചറുകളെല്ലാം നശിച്ചു പോയി, ഇപ്പോൾ വീട് മുഴുവനും ശൂന്യമാണ്. ദ ഓൺലി റിമൈനിങ് തിങ്സ് ആർ ദ ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗൂറിനസ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ അവിടെ ഇപ്പോൾ ബാക്കിയുള്ളൂ. Instead of spending time in pujas and prayers, many women, especially the old ones, spend their time watching. അല്ലേ, അതേപോലെ തന്നെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം അവരുടെ സമയമെല്ലാം ചിലവഴിച്ചിരുന്നത് ഒന്നുകിൽ ഇങ്ങനെയുള്ള ഗ്രൈൻഡ് സ്റ്റോണിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും, അതല്ലെങ്കിൽ സമയം ചിലവഴിച്ചിരുന്നത് ഇതുപോലെയുള്ള പ്രതിമകളുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കും വേണ്ടി മാത്രമായിരുന്നു. അല്ലേ, ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് സോ ആർ ദ കസ്റ്റംസ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അല്ലേ, അന്ന് കാലങ്ങളിലുള്ള ശീലങ്ങളൊക്കെ ഇന്ന് മാറി. അല്ലേ, പാസേജ് ഓഫ് ടൈം നമുക്ക് കാണിക്കുന്നത് അതാണ്, കടന്നുപോക്കിനെ കാണിക്കുന്നതാണ്. അന്നുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ദ 4th ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം ഡിസ്കസ് ദ തീം ഓഫ് ദ പോയം. ഈ ഒരു പോയത്തിൻ്റെ തീം വിശദീകരിക്കുക. അല്ലേ, ഇത് മുഴുവനായിട്ട് എന്താ നമുക്ക് ഓൾ ഓഫ് us ഓഫൺ ഫീൽ സച്ച് നൊസ്റ്റാൾജിയ. അല്ലേ, നൊസ്റ്റാൾജിയ ഓഫ് ചൈൽഡ്ഹുഡാണ് ഈ ഒരു പോയത്തിൻ്റെ പ്രധാനപ്പെട്ട തീം നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് എഴുതാം? അല്ലേ, മെനി മെമ്മറീസ് അബൌട്ട് ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ ഹി വാക്സ് അറൗണ്ട് ദ ഹൗസ് ലൈക്ക് എ ടോഡ്ലർ. അതുപോലെ തന്നെ സ്കൾപ്ചേർഡ് സിമ്പിൾസ്. they are positionally closely together but there is nothing but silence മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രൈൻഡ് സ്റ്റോണിനെ കുറിച്ച് എഴുതാം, ബ്രാസ് ഫിഗൂറിനെസ് ഉൾക്കൊള്ളിച്ച് എഴുതാം. അവസാനം നമുക്ക് എന്ത് പറയാം? ദ പോയിറ്റ് ആൾസോ വാണ്ട്സ് ടു കൺവേ ദ ഐഡിയ ദാറ്റ് മോഡേണിറ്റി ഹാസ് മെയ്ഡ് ദ ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ഫിഗൂറിനെസ് ഔട്ട്ഡേറ്റഡ്. അല്ലേ, ഇന്നത്തെ മോഡേൺ പീപ്പിൾ ഗ്രൈൻഡ് സ്റ്റോണിനെയും അതുപോലെ തന്നെ ഫിഗൂറിനെസിനെയും ഒക്കെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആക്കി മാറ്റി. അല്ലേ, അതിനൊക്കെ പകരമായിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ട്? മിക്സേഴ്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ് ഹാവ് റീപ്ലേസ്ഡ് ഗ്രൈൻഡ് സ്റ്റോൺ. ഗ്രൈൻഡ് സ്റ്റോണിന് പകരമായിട്ട് മിക്സിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ വേറാസ് വാച്ചിങ് ടെലിവിഷൻ ഹാസ് റീപ്ലേസ്ഡ് പയറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഭക്തിയെല്ലാം എന്തിനു മുന്നിലാണ് ഉള്ളത്? വേറാസ് വാച്ചിങ് ടെലിവിഷൻ. ദ മോഡേൺ സൂപ്പർ സ്റ്റാർസ് ഇൻ മൂവീസ് ആൻഡ് സ്പോർട്സ് ആർ നോട്ട് ഓൾഡ് ഡയറ്റീസ്. അല്ലേ, അതൊന്നും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ തീമുകളിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്ക് എഴുതാം. പ്രധാനമായും പിന്നെ നൊസ്റ്റാൾജിയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പിക്ചർ ഓഫ് ദ ഗ്രാൻഡ് മദർ ഡു യു ഗെറ്റ് ഫ്രം ദ പോയം? അമ്മൂമ്മയുടെ ഏത് വിധത്തിലുള്ള ചിത്രമാണ് നമുക്ക് കവിതയിൽ നിന്നും കിട്ടുന്നത്? അല്ലേ, പ്രധാനമായും ഷീ വാസ് എ പയസ് ലേഡി ആൻഡ് ഹാർഡ് വർക്കിംഗ് വുമൺ. വളരെയധികം ഭക്തിയുള്ള, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. അല്ലേ, ചൈൽഡ്ഹുഡിൽ എന്താണ് അവിടെ അദ്ദേഹം എന്താണ് ഒരു
ഇതിൽ നിൽക്കുമ്പോൾ അമ്മൂമ്മയുടെ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഗ്രൈൻഡ് സ്റ്റോണിനെ കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഹാർഡ് വർക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പയസ് ലേഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ബ്രാസ് ഫിഗൂറിനസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതേണ്ടതാണ്. Okay, now I here to stop my class. Thank you.